സ്റ്റേഷനിൽ നിന്ന് കണക്കിന് കിട്ടിയല്ലേ, കുഴപ്പമില്ല, സാരില്ല, അങ്ങ് സഹിക്കുക. എന്നെ പെടുത്താനായിട്ട് താമരശ്ശേരി സ്റ്റേഷനിലേക്ക് ഓടിയത് താത്ത മറന്നോ? എന്നിട്ട് എന്നാരും വിളിച്ചില്ലല്ലോ താത്തെ. എന്താ അത്? സാധാരണ ഒരാളുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ എതിർഭാഗത്തുള്ള ആളെ വിളിച്ചറിയിക്കുക എന്നൊരു നാട്ടു നടപ്പ് നമ്മുടെ സ്റ്റേഷനിലെ ആൾക്കാര് ചെയ്യാറുണ്ടേ. അതുണ്ടായില്ല. എന്തിനാവോ? എന്തെന്റെ കേസിനിപ്പോ സംഭവിച്ചേ? നിനക്ക് വല്ല അറിയോ? അപ്പൊ ഇന്നലത്തെ ലൈവില് ഈ വേട്ടാവളിയനും ഓന്തുമൂറിയും കൂടി പൂരത്തെറി. വേട്ടാവളിയൻ തെറി പറയുമ്പം ഓന്തുമൂറിയുടെ മുഖം കാണണം. എന്താ ചേലി, എന്താ ഇഷ്ടം. അവിടെ ചിരിച്ചു മറഞ്ഞിട്ട് ആസ്വദിക്കുക വേട്ടാവളിയന്റെ തെറി. അമ്മാതിരി തെറിയാണെന്നല്ല വേട്ടാവളിയൻ പറഞ്ഞത് ലൈവിൽ വന്നിരുന്നിട്ട്. നീയല്ലേ പറഞ്ഞത് ഇനി ആർക്കിടെയും പേര് പറയണില്ല, അവരുടെ പുറകെ പോണില്ല, ആ പട്ടി അവിടെ കിടന്ന് കുറച്ചോട്ടെ. എന്നിട്ട് എന്താടി ഈ പട്ടി ഒരു കേൾക്കുമ്പോ ഒരു ചൊറിച്ചില്. പണ്ടത്തെ സ്വഭാവം മാറ്റാൻ പറ്റണില്ലല്ലേ? ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന. അല്ലെങ്കിൽ നിന്റെ ആ ഗീർവാണം കേട്ടപ്പോ തന്നെ എനിക്കറിയാം നിന്നെ കൊണ്ട് ഇതൊന്നും പാലിക്കാൻ പറ്റൂലെന്ന്. നീ 2 ദിവസം മിണ്ടാണ്ടിരുന്നിട്ട് 3ാമത്തെ ദിവസം നീ നിന്റെ തനി സ്വഭാവം കാണിക്കും. പട്ടിയുടെ വാല് 12 കൊല്ലം കൊഴലിലിട്ടാലും നിവരോടി. അതുപോലെ തന്നെ നിന്റെ സ്വഭാവം അങ്ങോട്ടെടുക്കും വരെ നിന്റെ ആ മുടിഞ്ഞ സ്വഭാവം നീ കാണിച്ചോണ്ടിരിക്കും. അമ്മാതിരി മുതലാ നീ. പുതിയ വീട്ടിൽ കയറിയിരുന്നോണ്ട് നോണ പറയണ്. അമ്മായിന്റെ വീട്ടിൽ അത്ര, അമ്മായിന്റെ വീട്ടില്. ഏതമ്മായിയടി നിന്നെ വീട്ടിൽ കയറ്റുക? അമ്മായിന്റെ പേരൊന്നും പറയടി നീ. നമുക്കൊന്ന് കേക്കാനാ? ചുമ്മാ പറഞ്ഞോ. ആ പരിസരത്ത് ഒരാളും നിന്നെ അടുപ്പിക്കൂലെന്നാണ് കേട്ടത്. അപ്പൊ നല്ലൊരു കേസ് കിട്ടിയല്ലേ? ഞാൻ മെയിനായിട്ട് അത് പറയാൻ വന്നതാ. അടിപൊളി കേസാടി, എനിക്കിഷ്ടായി. ഇതിലും വലുത് നിനക്ക് വരാനില്ല. ഇനി നിന്റെ കേസ് ഫയൽ എടുത്ത് നോക്കുമ്പോൾ വണ്ടി എടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതും ഒരു കൊച്ചു കുഞ്ഞിനെ. എന്തിനാടി മധുരപ്രാക്കുകൾ വാങ്ങിച്ചു വെക്കണത്? ആ പാവപ്പെട്ട വീട്ടുകാരെ എന്തൊക്കെ അനാവശ്യം പറഞ്ഞതാടി നീ. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വയറുകൾ പോറ്റുന്ന അവരെ നീ പറഞ്ഞ അനാവശ്യം നിന്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറി നീ അവരെ തല്ലൂന്ന് പറഞ്ഞ നിന്നെ എന്താടി ചെയ്യേണ്ടത്? എന്നിട്ട് ന്യായം പറയുന്ന തല്ലൂന്ന് പറഞ്ഞ ഉടനെ തല്ലൂന്ന് പറഞ്ഞോ അങ്ങനെ ചെയ്യുവാണോ? നിനക്ക് നാണമില്ലേ? സത്യം പറഞ്ഞാൽ നിന്റെ എല്ലൂരി ആൾക്കാർ കുട്ടിയും കോലും കളിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. കിട്ടാവുന്നതിൽ വെച്ചിട്ട് നിനക്ക് ഏറ്റവും ബെസ്റ്റ് കേസാടി കിട്ടിയേക്കണത്. ഷാജിനെ തോണ്ടാൻ പോയി അസലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലേടി. നീ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയാണല്ലോടി നിന്റെ ഗതി. പക്ഷെ എന്തൊക്കെ നീ കിട്ടിയാലും അതിന്റെ ആ ഒരു ജാള്യത നിന്റെ മുഖത്തുണ്ടാവില്ല. നീ എവിടെ നല്ല സൂപ്പറായിട്ട് ചായ അടിച്ച് മെഴുകി വെച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ലേ എന്ന് പറയുന്ന മുതലല്ലേടി നീ. ഒരാപത്ത് വന്നപ്പോ ദേവദൂതനെ പോലെ സഹായിക്കാൻ വന്ന ആ തോക്ക് സ്വാമിക്ക് ഇട്ട് തന്നെ നീ ചാമ്പ്യല്ലോടി. അങ്ങേര് ഇത് കണ്ടിപ്പം എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് പറയുന്നുണ്ടാവും. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. തോക്ക് സ്വാമി നിങ്ങൾക്ക് എന്നാത്തിന്റെ കേടായിരുന്നു? നീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറന്നിട്ടില്ല. ദേവദൂതനെ പോലെ ഒരാളെ രക്ഷിക്കാൻ വരുന്നല്ലേ? 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ കണ്ടി നിന്റെ ദേവദൂതനെ തോക്ക് സ്വാമി. ആ തോക്ക് സ്വാമിക്ക് ഇട്ട് ആ പിടിച്ചവളല്ലേടി നീ. ഒരു കൊച്ചു കുഞ്ഞിനൊക്കെ എന്തിനാടി ഇടവഴിയിലെത്തി വണ്ടി ഇങ്ങനെ ആക്കണത്? നീ അത് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യുന്നു. ഞങ്ങക്ക് നല്ല നിശ്ചയുണ്ട്. ഇതൊക്കെ മുട്ടാപ്പോക്കളായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി ഓടിച്ച് ഞാനെല്ലാം പറഞ്ഞു കൊടുത്ത നീ ആയിരിക്കും ഉറപ്പായിട്ടും. അത് ഞങ്ങൾക്ക് ഒരു സംശയവും ഇല്ല. അമ്മാതിരി മുതലല്ലേടി നീ. അങ്ങനെ ഹണി ട്രാപ്പുകാരി കളിച്ച് മുട്ടം പണി വാങ്ങിച്ചു. അതിനിടയ്ക്ക് ഷാജിനെ താങ്ങാൻ പോയി. അവിടെ നിന്നും കിട്ടിക്കോട്ട്. ഇവളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഇവക്കടെ ഗതി. നെക്സ്റ്റ് ഇനി കണ്ണന്റെ കളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഭർത്താവിന് ഗൾഫിൽ പറഞ്ഞയച്ചിട്ട് ഭർത്താവിന്റെ അനിയനോടൊപ്പം സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരേ ഒരു മുതല് നീ തന്നെയായിരിക്കും. കേരളത്തിൽ വേറെ അങ്ങനത്തെ മുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. പിന്നെ നീ ബാക്കിയുള്ളവരെ കുറെ അനാവശ്യം പറയായിരിക്കും. നീ പറഞ്ഞു, ധാരാളം പറഞ്ഞു. പക്ഷെ നിന്റെ പോലെ ഇവിടെ ഒരാളും ചെയ്യുന്നില്ല. ഒരേ സമയം ഭർത്താവിനെ ഗൾഫിൽ ഓടിച്ചു വിട്ടിട്ടുകൊണ്ട് ആ പേര് നിലനിർത്തിക്കൊണ്ട് നീ ഇവിടെ മറ്റൊരുത്തനുമായിട്ട് കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ലോകം കണ്ടോണ്ടിരിക്കുകയാടി. ഇതിൽ പരം എന്തു വേണം? ആ വേട്ടാവളിയനൊക്കെ എവിടെന്നെങ്കിലും പെണ്ണ് കിട്ടുവാണെങ്കിൽ അന്ന് ഞാൻ വീണ്ടും എൻ്റെ തലമൊട്ടയടിക്കും. പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മുതലിന് നീ വേറെ ഉടമസ്ഥനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും അതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക? എന്തായാലും ആ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ?
യാതൊരുവിധ പേടിയും കൂടാണ്ട് അവർ മുന്നോട്ട് വന്നു കേസ് കൊടുക്കാനായിട്ട്. അതിൽ അവരുടെ ധൈര്യം സമ്മതിക്കും. ധൈര്യമൊന്നല്ല, ഇനിയിപ്പോൾ എല്ലാവരും വരും മുന്നോട്ട്. അത്രത്തോളം ഈ നായിൻ്റെ മോള് മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കൂടി ഒരു ദിവസം തിരിച്ചു കിട്ടാണ്ടിരിക്കുമോ? അതാണിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെയ്തു കൂട്ടിയതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? കർമ്മ എന്ന് പറയുന്ന ആ സാധനം തിരിച്ചു കിട്ടാതെ എവിടെ പോവാൻ? മനസ്സിലായോ? അല്ലടി, നിനക്ക് ഞങ്ങൾ എത്ര പേടിയാണ്? നീ ഒളിച്ചിരുന്നിട്ട് വീടിൻ്റെ ചടങ്ങൊക്കെ തീർക്കുന്നത് കൊണ്ട് ചോദിച്ചതാണ്. നിനക്ക് നല്ല പേടി കിട്ടിയിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ നല്ലോണം കിടുങ്ങിയിട്ടുണ്ട്. നിന്റെ കളി ഇനി നടക്കൂലടി. അപ്പം മരപ്പെട്ടി മോറി താത്തയും വേട്ടാവളിയനും കൂടി പോയിട്ട് പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങൊക്കെ നടത്തിയിട്ട് വായോ. എന്നിട്ട് അതിൻ്റെ ഫോട്ടോകളൊക്കെ പുറത്ത് വിട്. എന്നിട്ട് നമുക്ക് കാണാം. എനിക്കെന്തായാലും പറയാനുള്ളത് ആ വീട്ടുകാരെ പറ്റിയിട്ടാണ്. അവര് സത്യം പറഞ്ഞാൽ അവര് ഇതിനു മുമ്പേ കേസ് കൊടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇപ്പോഴെങ്കിലും കേസ് കൊടുക്കാൻ കാണിച്ച ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കീപ് ഇറ്റ് അപ്പ്. ഇനി ഇങ്ങനെ ഇത് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പൊ സകല ജനങ്ങളും കണ്ടല്ലോ, ആളുകളുടെ ഭയമൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇവളെ കണ്ടെടുത്ത് വെച്ചിട്ട് ഓടിച്ചിട്ടടിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു മുമ്പേ ഇവളെ കടിഞ്ഞാണിട്ട് ചങ്ങലക്ക് ഇടണമായിരുന്നു, പക്ഷെ ആരും ഉണ്ടായില്ല. ഞങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചാടിയപ്പോഴാണ് പുള്ളിക്കാരത്തിക്ക് ഇപ്പം ഇത്തിരി ക്ഷീണമായത്. അപ്പം ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഞങ്ങൾ മുമ്പിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോയി കൊടുക്കുക. പിന്നെ ഈ നായിൻ്റെ മോളെ എവിടെ വെച്ച് കണ്ടാലും ഗുരുവായൂരിന്ന് അടിച്ചോടിച്ച പോലെ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് വേഷം കിട്ടാൻ വന്നാൽ അടിച്ചോടിച്ചേക്കുക. ഒന്നും നോക്കാനില്ല. ചറ പറയുന്ന പൊത്തിക്കോ.